Hello, next ഒരു തിയറാണ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. A series sigma n equal to 1 to infinity a n of non-negative terms converges if and only if its partial sums are bounded from above. അപ്പോൾ ഒരു നോൺ നെഗറ്റീവ് ടേംസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടേംസ് വരുന്ന ഒരു സീരീസാണ് എങ്കിൽ അത് കൺവേർജ് ചെയ്യുമെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ഫ്രം എബവ് ആയിരിക്കും. ബൗണ്ടഡ് ഫ്രം എബവ് എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതായത് അതിനൊരു അപ്പർ ബൗണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും. ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന് ഒരു അപ്പർ ബൗണ്ടിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തിരിച്ചും പറയാം, ബൗണ്ടഡ് ഫ്രം എബവ് ആണ് എങ്കിൽ ആ പോസിറ്റീവ് ടേംസ് വരുന്ന സീരീസ് കൺവേർജൻറ്റും ആയിരിക്കും എന്ന് തിരിച്ചും പറയാം. ഓക്കെ, അപ്പോൾ അതൊരു തിയറാണ്, അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. അടുത്തതൊരു സീരീസ് ഹാർമോണിക് സീരീസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർമോണിക് സീരീസ് ആണ്. ദ സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n. അതിൻ്റെ എക്സ്പാൻഷൻ എഴുതുകയാണെങ്കിൽ 1 + 1/2 + 1/3 + എക്സെട്ര + 1/n. അതാണ് ഹാർമോണിക് സീരീസ് വരുന്നത്. It diverges because there is no upper bound for its partial sum. അപ്പോൾ എബവ് തിയറം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സീരീസാണിത്. ഇത് നമ്മൾ പറയുന്നത് ആദ്യമേ അതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞിരിക്കുകയാണ്. ഡൈവേർജ് ചെയ്യുമെന്ന്, ഈ സീരീസ് ഡൈവേർജ് ചെയ്യും. കാരണം അതിന് നമുക്കൊരു പാർഷ്യൽ സമ്മിൻ്റെ ഒരു അപ്പർ ബൗണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഡൈവേർജ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രൂഫ് പിന്നെ അതിന് താഴെ പറഞ്ഞിട്ടുണ്ട്. നോക്കി ഇത് പോസിറ്റീവ് ടേംസ് പറഞ്ഞ സീരീസാണ്. അപ്പോൾ എബവ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബൗണ്ടഡ് ഫ്രം എബവ് ആണോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൺവേർജൻറ്റ്, ബൗണ്ടഡ് ഫ്രം എബവ് അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡൈവേർജൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് ഡൈവേർജൻ്റ് ആണെന്ന് ആദ്യമേ പറഞ്ഞു, കൺക്ലൂഷൻ ആദ്യമേ പറഞ്ഞു. നമുക്കിനി അതിൻ്റെ പ്രൂഫിലേക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹാർമോണിക് സീരീസിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൂപ്പിംഗ് നോക്കൂ, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 1 അങ്ങനെ തന്നെ എഴുതി, 1/2 അങ്ങനെ തന്നെ എഴുതി, പിന്നത്തെ 2 ടേംസിനെ ഗ്രൂപ്പ് ചെയ്തു, പിന്നത്തെ 4 ടേംസിനെ ഗ്രൂപ്പ് ചെയ്തു, പിന്നത്തെ 8 ടേംസിനെ ഗ്രൂപ്പ് ചെയ്തു, പിന്നത്തെ നമ്മൾ എഴുതിയിട്ടില്ല, പിന്നത്തെ 16 ടേംസിനെയാണ് ഗ്രൂപ്പ് ചെയ്യുക. ആ രീതിയിലാണ് നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നോക്കിയപ്പോൾ ഇത് 1/3 + 2/3 ആണ്. അപ്പോൾ ഇതിനേക്കാളും ഗ്രേറ്റർ ആണ് 2/4 എന്നുള്ള രീതിയിലാണ് ഇതിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം 1/3 എന്ന് പറയുന്നത് 1/4നേക്കാളും വലുതാണ് അല്ലേ. 1/3 എന്ന് പറയുന്നത് 1/4നേക്കാളും വലുതാണ്. അപ്പോൾ ഇവിടെ 1/4 വെച്ച് റീപ്ലേസ് ചെയ്താൽ, അതായത് 1/4 + 1/4 2/4 ആണ്. അപ്പോൾ ഈ 1/4നേക്കാളും വലുതാണ് 1/3. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും 2/4നേക്കാളും വലുതായിരിക്കും, എന്ന് വെച്ചാൽ 1/2നേക്കാളും വലുതായിരിക്കും. അതുപോലെ ഇവിടെ നോക്കിയേ, 1/8നേക്കാളും വലുതാണ് 1/5, 1/6 ആൻഡ് 1/7. അപ്പോൾ 4 പ്രാവശ്യം 1/8 ആഡ് ചെയ്യുന്നതും ഇത് ആഡ് ചെയ്യുന്നതും വെച്ച് നോക്കുമ്പോൾ ഇത് 4 പ്രാവശ്യം 1/8 ആഡ് ചെയ്യുന്നതിനേക്കാളും വലുതാണ്. 4 പ്രാവശ്യം 1/8 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4/8 കിട്ടുക. അപ്പോൾ ഈ ടേം 4 പ്രാവശ്യം 1/8 ആഡ് ചെയ്യുന്നതിനേക്കാളും വലുതാണ്. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 4/8. കാരണം ഇത് 3ഉം ഇതിനേക്കാളും വലുതായതുകൊണ്ട്. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 4/8, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2. അപ്പോൾ ഈ ടേം ഗ്രേറ്റർ ദാൻ 1/2 ആണ്, ഈ ഗ്രൂപ്പ് ഗ്രേറ്റർ ദാൻ 1/2 ആണ്. ഇനി 8 പേര് വരുന്നത്, ഇത് നോക്കി 1/9, 1/10 ഇവരൊക്കെ ഈ 1/16നേക്കാളും വലുതാണ്. അതുകൊണ്ട് 8 പ്രാവശ്യം 1/16 ആഡ് ചെയ്യുന്നതിനേക്കാളും വലുതാണ് ഈ ബ്രാക്കറ്റിലുള്ള ടേംസ്. അപ്പോൾ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 8/16. 8 ടൈംസ് 1/16 ആഡ് ചെയ്തത് 8/16, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2. അപ്പോൾ ഇതെല്ലാം ഈ ബ്രാക്കറ്റിൽ ഗ്രൂപ്പിംഗ് നമ്മൾ നടത്തിയിരിക്കുന്നത് എല്ലാം ഗ്രേറ്റർ ദാൻ 1/2 എന്ന് വരത്തക്ക രീതിയിലാണ്. സോ ദ സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 ടേം ഒറ്റയ്ക്ക് നിൽക്കുന്ന ടേം, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എടുത്താൽ 1.5 ആണ് കിട്ടുക. ദ സം ഓഫ് നെക്സ്റ്റ് 2 ടേംസ് ഈസ് 1/3 + 1/4 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/4 + 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഞാൻ പറഞ്ഞ കാര്യം തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ആൻഡ് ദ സം ഓഫ് നെക്സ്റ്റ് 4 ടേം ഈസ് ദിസ് വൺ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2. The sum of the next 8 term is this one which is greater than 8 times 1/16 add ചെയ്യുന്നത്, that is greater than 1/2. The sum of next 16 term is greater than 16/32, that is greater than 1/2. അങ്ങനെ ഓരോ ഗ്രൂപ്പും സം ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്.
In general, the sum of 2 raised to n terms ending with 1 by 2 raised to n plus 1 is greater than 2 raised to n by 2 raised to n plus 1 which is greater than 1 by 2. അത് ഈ പറഞ്ഞ കാര്യത്തിന് ജനറലൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 2 raised to 4 ആണ് ഉണ്ടായിരുന്നത്. ആ 2 raised to 4 ഇതിൽ 2 raised to 3 ആണുള്ളത്. സോറി, ഇത് 2 raised to 2 ടേംസ് ആണുള്ളത്. ഇതിൽ 2 raised to 3 ടേംസ് ആണുള്ളത്. അപ്പോൾ അത് എൻഡിങ് വിത്ത് 1 by 2 raised to n plus 1 is greater than 2 raised to n by 2 raised to ഓരോ ഗ്രൂപ്പും greater than 1 by 2 എന്നുള്ള രീതിയിൽ നിന്നാണ് ഈ ജനറലായിട്ട് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. Hence the sequence of partial sums is not bounded from above. ഓരോന്നും ഗ്രേറ്റർ ദാൻ 1 by 2 അല്ലേ? അങ്ങനെ ഗ്രേറ്റർ ദാൻ 1 by 2 1 by 2 ഇങ്ങനെ ആഡ് ചെയ്ത് അതിനേക്കാളും 1 by 2 വലിയ ക്വാണ്ടിറ്റീസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ ഇഫ് n equal to 2 raised to k the partial sum Sn is greater than k by 2. എന്നിൻ്റെ വാല്യൂ 2 raised to k ആണ് എങ്കിൽ ഈ പാർഷ്യൽ സം ഈസ് ഗ്രേറ്റർ ദാൻ k by 2, k into 1 by 2. പാർഷ്യൽ സം ഈസ് ഗ്രേറ്റർ ദാൻ k into 1 by 2, ദാറ്റ് ഈസ് k by 2 എന്ന് പറയേണ്ടി വരും. അപ്പോൾ കെ മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഗ്രേറ്റർ ദാൻ കെ ബൈ 2, സം ഈസ് ഗ്രേറ്റർ ദാൻ കെ ബൈ 2 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഈ കെ ബൈ 2വിനേക്കാളും അത് വലുതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം പോകുന്നു നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു അപ്പർ ബൗണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ബൗണ്ടഡ് ഫ്രം എബവ് അല്ല. അതുകൊണ്ട് തന്നെ ആ സീരീസ് എബവ് തിയറം യൂസ് ചെയ്ത് ഡൈവേർജ് ചെയ്യും എന്ന് പറയാനാണ് പറ്റുക. അപ്പോൾ ഇത് ഈ ജനറൽ നിങ്ങൾ ഒന്ന് പറ്റുന്നവർ വായിച്ചിട്ട് എഴുതുക. അല്ലാത്തവർ ഓൾ ദ ഗ്രൂപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഓൾ ദ ഗ്രൂപ്പ്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 by 2 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ലാസ്റ്റ് ലൈൻ എഴുതിയാലും മതി കേട്ടോ. ഹെൻസ് ബൈ ദ തിയറം, ആ തിയറം അവിടെ സ്റ്റേറ്റ് ചെയ്യണം. ഹാർമോണിക് സീരീസ് ഡൈവേർജസ് വി കനോട്ട് ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് എന്ന് എഴുതി വെക്കാം. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ എഴുതേണ്ടത്? ഈ ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്തുല്ലോ. അപ്പോൾ ദ സം ഇൻ ഈച്ച് ഗ്രൂപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ 1 by 2. സോ വി കനോട്ട് ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട്. ദെർഫോർ ബൈ ദ തിയറം, ആ തിയറം ഇല്ലേ, തിയറം 2 അവിടെ സ്റ്റേറ്റ് ചെയ്യാം. ദെർഫോർ ബൈ ദ തിയറം, ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതുക. എന്നിട്ട് പറയുക വി കനോട്ട് ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട്, ദെർഫോർ ദ ഹാർമോണിക് സീരീസ് ഡൈവേർജസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാര്യം അത്രയേ ഉള്ളൂ. അതൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അത് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നോട്ടിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് തിയറം 3. തിയറം 3 എന്താ പറയുന്നത് നോക്കാം. ഇഫ് ദ സീരീസ് a1 plus a2 plus etc plus an, that is sigma n equal to 1 to infinity an, converges, then limit n tends to infinity an equal to 0. That is the nth term of a convergent series must tend to 0 as n tends to infinity. അതായത് സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ടേം ഉറപ്പായിട്ടും സീറോയിലേക്ക് കൺവേർജ് ചെയ്യും, സീറോയിലേക്ക് പോവും എന്നാണ് തിയറം പറയുന്നത്. അതിൻ്റെ പ്രൂഫ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രൂഫ് നോക്കി നോക്കാം. Let Sn denote the nth partial sum of the series. ഇതിൻ്റെ nth partial sumമിനെ Sn എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n tends to infinity Sn minus 1ഉം ലിമിറ്റ് n tends to infinity Snഉം രണ്ടും സെയിം ആയിരിക്കും. കാരണം ഇത് nth പാർഷ്യൽ സമ്മ്, ഇത് n minus 1th പാർഷ്യൽ സമ്മ്. ഇത് അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിലെ ഇത് nth ടേം, ഇത് n minus 1th ടേം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു സീക്വൻസിലെ nth ടേം ആയാലും n minus 1th ടേം ആയാലും n plus 1th ടേം ആയാലും ടേം ഏതായാലും അതിൻ്റെ കൺവേർജൻസ് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് അതെപ്പോഴും സെയിം ആയിരിക്കും. അത് nth ടേം എടുത്താലും സെയിം തന്നെയായിരിക്കും, അതിൻ്റെ ലിമിറ്റ് തന്നെയായിരിക്കും n minus 1th ടേമിൻ്റെയും ലിമിറ്റ്, അതിൻ്റെ ലിമിറ്റ് തന്നെയായിരിക്കും n plus 1th ടേമിൻ്റെയും ലിമിറ്റ്. അതുകൊണ്ട് ഏത് ടേം എന്നുള്ളത് നോക്കണ്ട, ഏത് സീക്വൻസ് എന്നുള്ളത് നോക്കിയാൽ മതി. ഇത് സെയിം സീക്വൻസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഒന്ന് nth ടേമും ഒന്ന് n minus 1th ടേമും ആണെന്ന് മാത്രം. പക്ഷേ സെയിം ലിമിറ്റ് തന്നെയായിരിക്കും അതിന്. ലിമിറ്റ് എടുക്കുമ്പോൾ രണ്ടുപേരുടെയും ലിമിറ്റ്, കാരണം കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഒരെണ്ണേ ഉള്ളൂ, യുണീക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്കേ കൺവേർജ് ചെയ്യുള്ളൂ, വേറെ ലിമിറ്റ് പോയിന്റ്സ് അതിന് കിട്ടില്ല, ലിമിറ്റുകൾ അതിന് കിട്ടില്ല. സെയിം ലിമിറ്റ് തന്നെയായിരിക്കും. ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. അതുകൊണ്ട് n minus 1th ടേമിൻ്റെ ലിമിറ്റും nth ടേമിൻ്റെ ലിമിറ്റും രണ്ടും സെയിം ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. പ്രൂഫ് നോക്കാം. Sn equal to a1 plus a2 plus etc plus an and Sn minus 1 is equal to a1 plus a2 plus etc an minus 1. ഒരെണ്ണം കുറവുണ്ടാവും. അപ്പോൾ Sn നമുക്ക് a1 plus a2 plus ഇതിന് തൊട്ട് മുമ്പ് an minus 1 ആയിരിക്കുമല്ലോ. അത്തരം വരെയുള്ള ആൾക്കാരുടെ സമ്മിനെ Sn minus 1 എന്ന് വിളിക്കാം, പ്ലസ് an.
an കൂടി വരും. ഇങ്ങനെ നമുക്ക് എസ്എനും SN-1 തമ്മിൽ ഇങ്ങനൊരു റിലേഷൻ എഴുതാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് an എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഈസ് SN-1 അറിയാലോ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് nth ടേമിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN-1 ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ഈ രണ്ട് ലിമിറ്റും സെയിം ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് SN-1 ആണ് കേട്ടോ. ഇവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടെന്താണ്, നിങ്ങൾ എഴുതുമ്പോൾ SN-1 എഴുതിക്കോളൂ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രൂഫ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ടേം 0ലേക്ക് പോവും എന്നാണ് പറഞ്ഞത്. തിരിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് nth ടേം 0ലേക്ക് പോയി എന്ന് വെച്ചിട്ട് സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് ഉറപ്പില്ലാത്ത കാര്യമാണ്. ഒരു സൈഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, എന്താണ്, സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ടേം 0ലേക്ക് പോവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൺവേർജൻ്റ് ആണെങ്കിൽ nth ടേം 0ലേക്ക് പോവും, തിരിച്ചു പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവ് പറയാനായിട്ട് പറ്റും. അപ്പം അതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അത് നമുക്ക് കൺവേർജൻസിനല്ല ഡൈവേർജൻസ് ചെക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അടുത്തതാണ് നമ്മുടെ സിമ്പിൾ ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ്, nth ടേം ടെസ്റ്റ് കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ളതല്ല, പകരം ഡൈവേർജൻസ് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ nth ടേം ടെസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം ഇതാണ്. എ നെസസറി കണ്ടീഷൻ ഫോർ ദ കൺവേർജൻസ് ഓഫ് എ സീരീസ് സിഗ്മ n equal to 1 to infinity an that is a1 plus a2 plus etc. an is that limit n tends to infinity an is equal to 0 എന്നുള്ളതാണ്. അതായത് nth ടൈം എന്തായാലും കൺവേർജൻ്റ് ആണെങ്കിൽ nth ടൈം എന്തായാലും 0ലേക്ക് പോവും എന്നുള്ളതാണ് ടെസ്റ്റ് പറയുന്നത്, തിയറായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെസ്റ്റ് നമുക്ക് എങ്ങനെ പറയാം, അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എടുത്തിട്ട് പറയാം. nth ടേം 0ലേക്ക് പോകുന്നില്ല എങ്കിൽ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. nth ടേം 0ലേക്ക് പോകുന്നു എന്ന് വെച്ച് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് ഒരു സൈഡേ ഉണ്ടായിരുന്നുള്ളൂ, എന്തുണ്ടായിരുന്നുള്ളൂ, കൺവേർജൻ്റ് ആണെങ്കിൽ nth ടേം 0ലേക്ക് പോകും എന്നുള്ള കണ്ടീഷൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തിരിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് നമുക്ക് പറയാൻ പറ്റും. എന്താ അതിൻ്റെ കോൺട്രാപോസിറ്റീവ്, അതാണ് നമ്മളോട് ടെസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. nth ടൈം 0ലേക്ക് പോകുന്നില്ല എങ്കിൽ, നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ ദ സീരീസ് ഈസ് ഡൈവേർജൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1 + 2 + 3 + എക്സെട്ര. അപ്പോൾ ഇതിലെ nth ടേം എന്ന് പറഞ്ഞാൽ അതിൽ എന്താ വരിക, അതിൻ്റെ ഒരു ഫോർമാറ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് an = n ആണെന്ന് കിട്ടും, nth ടേം = n ആണെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ആണ്, വിച്ച് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ nth ടൈം നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട്, ലിമിറ്റ് ഓഫ് nth ടൈം നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ദ സീരീസ് ഡൈവേർജസ് യൂസിങ് ദ ഡൈവേർജൻസ് ടെസ്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതുപോലെ n² തന്നെ സെയിം തന്നെയായിട്ട് ഡൈവേർജൻസ് ടെസ്റ്റ് വെച്ചിട്ട് സീരീസ് ഡൈവേർജസ് അല്ലെങ്കിൽ നോട്ട് കൺവേർജൻറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു പ്രോബ്ലമാക്കി എഴുതാം. അടുത്തത് ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് ദിസ് വൺ √1/2 + √2/3 + √3/4 + എക്സെട്ര. അപ്പോൾ ഇത് കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം an എഴുതി നോക്കാം. an എന്ന് പറഞ്ഞാൽ √n/n+1 ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി √n/n+1. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ n ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് ഒരു n ഔട്ട്സൈഡ് എടുത്ത് ആ n കൂടെ ക്യാൻസൽ ചെയ്യുക, ബാക്കി 1/1 + 1/n ആണ് ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ അതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ √1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് കിട്ടുക, വിച്ച് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എൻ്റെ ലിമിറ്റ് nth ടൈമിൻ്റെ ലിമിറ്റ് 0ലേക്ക് പോകുന്നില്ല, പകരം 1 ആണ്. അപ്പോൾ nth ടൈം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് യൂസ് ചെയ്താൽ ലിമിറ്റ് ഓഫ് nth ടൈം നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സീരീസ് ഡസ് നോട്ട് കൺവേർജ് അല്ലെങ്കിൽ സീരീസ് ഡൈവേർജസ് എന്ന് നമുക്ക് കൺക്ലൂഷൻ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ nth ടേമും നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് സീരീസ് ഡൈവേർജ് ചെയ്യും എന്നുള്ളത് എഴുതി വയ്ക്കാം. ഓക്കെ.